നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു പുരുഷ രാഷ്ട്രീയ നേതാവിന് ഒരു സ്ത്രീക്കൊപ്പവും ഒരു വനിതാ രാഷ്ട്രീയ നേതാവിന് ഒരു പുരുഷനൊപ്പവും സഞ്ചരിക്കാമോ, താമസിക്കാമോ, ഇഷ്ടമാണെങ്കിൽ പ്രണയിക്കാമോ? കേരളത്തിൻ്റെ പൊതുരംഗത്ത് സദാചാരമാണോ, സദാചാര ഗുണ്ടായിസമാണോ? കേരളം പൊതിഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ സദാചാരത്തിൻ്റെ പൊരുളെന്താണ്? ഒരിക്കൽ സദാചാര ഗുണ്ടായിസത്തിന് ഇരയായ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ അഭിഭാഷക ഗീനാകുമാരി, പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് ഡേവിഡ്. സ്വാഗതം എല്ലാവർക്കും. കേരളത്തിൽ സദാചാര വിരുദ്ധരെന്ന ആരോപണത്തിന് ഇരയായ പുരുഷ വനിത രാഷ്ട്രീയ നേതാക്കൾ നിരവധിയാണ്. ചിലർക്കെങ്കിലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ അവരുടെ കസേരയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അരനൂറ്റാണ്ട് മുൻപ് കേരളത്തിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ രാജിവെച്ചതും കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടായതും ഒരു യാത്രയെ തുടർന്നാണ്. ഡ്രൈവറില്ലാതെ ആഭ്യന്തരമന്ത്രി സ്വയം ഓടിച്ചുപോയ കാർ തൃശൂർ പീച്ചിയിൽ വെച്ച് ഒരു കട്ടവണ്ടിയിൽ ഇടിക്കുന്നു. മന്ത്രിയുടെ കൂടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീ ആരെന്നും ബന്ധമെന്തെന്നുമുള്ള വിവാദത്തിനൊടുവിൽ മന്ത്രിക്ക് നഷ്ടമായത് മന്ത്രിപദം. എറണാകുളത്ത് നിന്നുള്ള KPCC അംഗം പത്മ എസ് മേനോൻ എന്ന മുതിർന്ന സഹപ്രവർത്തകയാണ് മന്ത്രിക്കൊപ്പം സഞ്ചരിച്ചത് എന്ന വിവരമൊന്നും വിവാദത്തെ തണുപ്പിച്ചില്ല. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെയും CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം സുന്ദരേശനെയും നാട്ടുകാർ കൈകാര്യം ചെയ്തതും സമാന രീതിയിലാണ്. കൂടെ യാത്ര ചെയ്യുകയോ കൂടെ കാണപ്പെടുകയോ ചെയ്ത സ്ത്രീകൾക്കൊപ്പം തടഞ്ഞുവെക്കലിനും അസഭ്യം വിളിക്കലിനും ഇരയായി. കോൺഗ്രസ് MLA AP അബ്ദുള്ളക്കുട്ടി പൊന്മുടിയിൽ സ്ത്രീക്കൊപ്പം സഞ്ചരിച്ചുവെന്ന് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം പിന്നീട് സ്ത്രീയുടെ കുടുംബത്തോടൊപ്പമെന്ന് തിരുത്തപ്പെട്ടു. പാർട്ടി ഓഫീസിലെ മുറിയിൽ സ്ത്രീക്കൊപ്പം ചെലവഴിച്ച സമയം CPIM മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. കേരള രാഷ്ട്രീയത്തിൽ ഒറ്റ സ്ത്രീയുടെയും പരാതിയില്ലാതെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയരായി. ഇടത് വലത് മന്ത്രിസഭകളിലെ മന്ത്രിമാരുടെ പൈലറ്റ് എസ്കോർട്ടില്ലാത്ത സ്വകാര്യ യാത്രകൾ പലതും വിമർശിക്കപ്പെട്ടു. ഒരു മന്ത്രി ശിഷ്യയെ കാണാൻ പോയതാണ് കുറ്റമായതെങ്കിൽ മറ്റൊരു മന്ത്രി സ്വന്തം ടീച്ചറെ കാണാൻ പോയതാണ് പ്രശ്നമായത്. ഗസ്റ്റ് ഹൗസുകളിൽ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ ചെന്ന പരാതിക്കാരായ സ്ത്രീകളും അപവാദത്തിൽപ്പെട്ടു. എന്തിനധികം ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ സ്വന്തം ഭാര്യയോടൊപ്പം തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആരോപണ വിധേയനായി. ഒപ്പമുണ്ടായത് മറ്റാരുമല്ല ഭാര്യ മറിയാമ്മയായിരുന്നു എന്ന് തെളിയിക്കാൻ അന്ന് ഉമ്മൻചാണ്ടി സുദീർഘമായ വാർത്താ സമ്മേളനം തന്നെ നടത്തി. 50 കൊല്ലം മുൻപ് PT ചാക്കോയെ പിന്തുണച്ച നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയ R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഏറ്റവും ഒടുവിൽ സ്ത്രീ വിഷയത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതെന്നത് യാദൃശ്ചികമാവാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായും സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചല്ല. ഒരു സ്ത്രീയോട് സൗഹൃദം പുലർത്തി എന്നതുകൊണ്ട് മാത്രം ആരോപണ വിധേയരാകുന്ന മനുഷ്യരെക്കുറിച്ചാണ്. 4 വർഷം മുന്നത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു കേരളത്തിൻ്റെ സദാചാരത്തെക്കുറിച്ച്, സദാചാര സങ്കല്പത്തെക്കുറിച്ച്? ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിച്ചാൽ, അവരൊരുമിച്ചൊരു കാറിൽ സഞ്ചരിച്ചാൽ, അവരേതെങ്കിലും ഒരു മുറിയിൽ ഒരുമിച്ച് കണ്ടാൽ അത് സദാചാര വിരുദ്ധ പ്രവർത്തനമായി കൊട്ടിഘോഷിക്കുന്നത് ഈ നാട്ടുകാരെന്ന വ്യാജേന രംഗത്ത് വരുന്നതും ആരാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മനോരോഗികളായ ആഭാസന്മാരാണ്. ജനകീയ വിചാരണ നടക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ്. ജനകീയ വിചാരണ നടത്തുന്നത് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് തെറ്റാ ചെയ്തത്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് നിയമം ലംഘിച്ച് എന്ന് ചോദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാനാണ് പോലീസിനെ വിളിച്ചത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവസാനം എൻ്റെ അന്തകന്മാരായി പോലീസ്. ശ്രീമതി ഗീനാകുമാരി, എന്താണ് നിയമം പറയുന്നത്? രാഷ്ട്രീയ നേതാവായാലും അല്ലാത്തൊരാളായാലും ശരി, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാൾക്കുള്ള പൗരസ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നേരത്തെ സ്ത്രീകളെ പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ നേതാവോ സ്ത്രീയോ ഒരുമിച്ച് പോകുന്നത് ആകെ കുഴപ്പമാണെന്ന കാര്യത്തിലേക്ക് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1, 2, 3, 4 ഇൻസിഡൻറ്റ് എടുത്തു കാണിച്ചുകൊണ്ട് അത് കേവലം ഒറ്റപ്പെട്ടു, അത് ഏത് സമൂഹത്തിലും. പക്ഷേ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെയാണ്. ഇതിലെവിടെയെങ്കിലും ഈ അനാശാസ്യം ആരോപിക്കപ്പെട്ടാൽ അത്
അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെടേണ്ട ബാധ്യത അതിൽ ആ പ്രശ്നത്തിൽ അകപ്പെടുന്ന സ്ത്രീയുടെയും പുരുഷന്റേതും മാത്രമായി മാറുന്നു. അവിടെയാണ് പ്രശ്നം. എന്ന് മാത്രമല്ല, ഇത്തരമൊരു ആരോപണം ആർക്കെതിരെയും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ആർക്കെതിരെയും എപ്പോഴും ഉന്നയിക്കാം എന്നുള്ളതല്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ വൈരം എതിർപ്പിന് വെച്ചിട്ട് ആർക്കും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ ബിന്ദു കൃഷ്ണനുണ്ട്, ശൈലജ ടീച്ചറുണ്ട്, ഇതിനു മുമ്പ് KR ഗൗരിയമ്മ അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഞാനൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം എവിടെയൊക്കെ ഒറ്റയ്ക്ക് പല സമയത്തും ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നീ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലാതെ ഇപ്പോൾ തന്നെ ആയാലും ശരി വ്യക്തി സൗഹൃദങ്ങളെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് വ്യക്തിഗതമായിട്ടുണ്ടായിട്ടില്ല. മലയാളിയുടെ ഒരു കപട മൊറാലിറ്റി ആണ് തെളിഞ്ഞു വരുന്നത്. ഇത്തരത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക, അത് വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരിക, അത് മൊറാലിറ്റിയുടെ പ്രശ്നമാക്കുക, അത് സദാചാരത്തിൻ്റെ പ്രശ്നമാക്കുക, നിയമങ്ങൾ പോലും അനുവദിക്കുന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറയുക, ഇത് രാഷ്ട്രീയത്തിലൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. പ്രതിയോഗിയെ തകർക്കാനുള്ളൊരു ആയുധം പെണ്ണാണ് എന്ന് പറയുന്ന ആ ഒരു ജീർണിച്ച കാഴ്ചപ്പാടിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഗോപി കോട്ടമുറിക്കലിൻ്റെ മറ്റേതിൻ്റെയൊക്കെ ഒരു ഉദാഹരണത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രഹസ്യമായിട്ടൊരു ഫോട്ടോ പിടിക്കും, എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒളി ക്യാമറയിലൂടെ അതൊക്കെ കണ്ടിട്ട് അത് പരസ്യപ്പെടുത്തി ഒരു തരം അളിഞ്ഞ ആനന്ദം അനുഭവിക്കുക. ഇത് ആസ്വദിക്കുന്ന മലയാളി സമൂഹത്തെയും വേണം പറയാനായിട്ട്. ഇതിലൊക്കെ ആർക്കാണ് ഇത്ര വലിയ താല്പര്യം? ഡോക്ടർ കെ.എസ്. ഡേവിഡ്, എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം? കേരളത്തിൻ്റെ പ്രശ്നം ആരോഗ്യകരമായ ഒരു സഹവർത്തിത്വത്തിനുള്ള അവസരമില്ലായ്മ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചെറിയ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഡോണ്ട് ലുക്ക് അറ്റ് എ ബോയ് ഈസ് ബാഡ്, ഡോണ്ട് ടച്ച് ഹിം ഈസ് ബാഡ്, ഡോണ്ട് ബി വിത്ത് ഹിം ഈസ് ബാഡ്. ഇതേ പേരൻസാണ് മറന്ന് വലുതായി കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ ഈസ് യുവർ ഹസ്ബൻഡ്, ഗോ ആൻഡ് സ്ലീപ്പ് വിത്ത് ഹിം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടാത്തൊരു മാനസികാവസ്ഥ ചെറുപ്പം മുതലേ കുട്ടികൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു വലിയൊരു കപട സദാചാര മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ആയുധമാവുന്നുവെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ടതില്ലേ? പക്ഷെ അവർക്കിത് ആവശ്യമാണ് പലപ്പോഴും. കാരണം ഒരു നേതാവിൻ്റെ വളർച്ച തകർക്കാനോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഉയർച്ച അവസാനിപ്പിക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്.